നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് നമുക്ക് ഒരു കപ്പ, നമുക്ക് മരച്ചീനി എന്ന് പറയും, കപ്പ എന്ന് പറയും. നമുക്കൊരു കപ്പ നമുക്കൊന്ന് കുഴച്ച് വേവിക്കുന്നത് നമുക്ക് കാണിക്കാം. നമുക്ക് കപ്പ എടുത്തു, അത് ചെറുതായിട്ട് ചോപ്പ് ചെയ്യാം. ഓക്കെ, കപ്പ ഇങ്ങനല്ല അരിയുന്ന, വേറെ തരത്തിലാണ്, പക്ഷെ നമുക്കിങ്ങനെ അരിഞ്ഞാലും മതി. ഓക്കെ, പെട്ടെന്ന് വേകുന്നതാണ്. നമുക്ക് ഈ എല്ലാവർക്കും ഇഷ്ടപ്പെടും, വളരെ ടേസ്റ്റാണ്. അതായത് പ്രവാസികളായിട്ടുള്ള ആൾക്കാർക്ക് അതൊരു മെമ്മറിയാണ് കപ്പ. കപ്പ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള മെമ്മറികളാണ്. അമ്മയുടെ ഹിസ്റ്ററി തന്നെ പറയുകയാണെങ്കിൽ വളരെ രസകരമായിട്ടുള്ള ഹിസ്റ്ററിയാണ്. 9000 വർഷം പഴക്കമുള്ളൊരു സാധനമാണിത്. ഈ 9000 വർഷം പഴക്കമുള്ള ഈ സാധനം ബ്രസീലിൽ നിന്നാണ് ഈ സാധനം വന്നിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഇന്ത്യയിലെത്തി. പിന്നെ നമ്മുടെ നാടുകളിൽ, അതായത് നമ്മുടെ വിശപ്പിന് ഏറ്റവും പെട്ടെന്ന് മാറുന്നൊരു സാധനമാണ് കപ്പ. കപ്പയുടെ ഗുണങ്ങൾ വളരെ കൂടുതലാണ്. അതായത് പ്രവാസികളായിട്ടുള്ള ആൾക്കാർക്ക് അതിൻ്റേതൊക്കെ പെട്ടെന്ന് മനസ്സിലാകും. ഞാനത് കപ്പ എടുത്ത് നമുക്കൊന്നൊരു കുക്കറിൽ വെച്ചിട്ട് നമുക്കൊരു 2-3 സീറ്റി അടിക്കുമ്പം, അതിൻ്റെ വിസിലടിക്കുമ്പോൾ നമുക്ക് ഇത് റെഡിയാകും. ഒന്നുമില്ല, കുറച്ച് ഉപ്പിടുക, കുറച്ച് വെള്ളം വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ് കേട്ടോ, വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത്. അതിൻ്റെ ടേസ്റ്റ് നമ്മളിപ്പം ഞാനത് പറയേണ്ട കാര്യമില്ലല്ലോ. എല്ലാവർക്കും കപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഹരമാണ്, നമുക്കൊരു ടേസ്റ്റാണ്. കപ്പയും മീനും, കപ്പയും ഇറച്ചിയും, അങ്ങനെ കുറേ സാധനം. ഇപ്പം കപ്പ ബിരിയാണി വരെയുണ്ട്. കപ്പ ബിരിയാണി, കപ്പ കൊണ്ട് എന്തെല്ലാം സാധനങ്ങളാണ് ഉണ്ടാക്കുന്നത്. നല്ല രസകരമായിട്ടുള്ള ഒരു സാധനമാണ്. നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് കൂടെ നമുക്ക് കുറച്ച് തേങ്ങ എടുക്കാം, കുറച്ച് വെളുത്തുള്ളി, ഒരു 3 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്, കുറച്ച് ജീരകവും കുറച്ച് മഞ്ഞളും കൂടി ഇട്ടിട്ട് നമുക്കിതിന് വേണ്ട അരപ്പ് റെഡിയാക്കാം. ശരിയായിട്ടുണ്ട്. ഞാനതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മുടെ കപ്പ നല്ലതായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ കപ്പയിലേക്ക് നമുക്ക് ആ അരപ്പങ്ങിടാം. ഓക്കെ, ചെറിയ ചൂടിൽ നമുക്കിതങ്ങ് കുഴയ്ക്കാം. അധികം വേവിച്ചെടുക്കണ്ട. അധികം വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അതിനൊരു ടേസ്റ്റ് നല്ല ഇതായിട്ട്, നല്ല വേകുന്ന കപ്പയാണ്. കപ്പക്കറിയാകും പിന്നെ അത്. കപ്പ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, കപ്പയുടെ ഇനിയുണ്ടല്ലോ, അത് നമ്മളതിനൊന്ന് കുഴച്ചെടുക്കുമ്പോഴേ, ആ കുഴയ്ക്കുമ്പോൾ അതിൻ്റെ ആ മണം വരുന്നതേ സുഹൃത്തുക്കളെ, നമ്മൾ ഈ വെളുത്തുള്ളിയൊക്കെ ഇടുമ്പോഴേ അതിൻ്റെ ഒരു പ്രത്യേക മണം ഇങ്ങ് വരും നമ്മുടെ മുമ്പിൽ. അയ്യോ, ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും. വാ, ഒന്ന് നോക്കിക്കേ, നല്ല രസകരമായിട്ട് വന്നിട്ടുണ്ട്. നോക്കൂ, നമുക്ക് എത്ര പെട്ടെന്ന്, എത്ര നല്ല രസകരമായിട്ടൊരു കപ്പ നോക്കിയാൽ. അതിൻ്റെ കളറൊക്കെ കണ്ടേ, നിങ്ങൾ നോക്കിയൊന്ന് ശ്രദ്ധിച്ച്. ഇനി നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുക്, നമ്മുടെ കടുക് ഈ കേരളത്തിലും തമിഴ്നാട്ടിലുമാണ് ഈ കപ്പ കണ്ടമാനം കൃഷി ചെയ്യുന്നത്. ആന്ധ്രാപ്രദേശിലും ഉണ്ട്. ഓക്കെ, നമ്മൾ മരച്ചീനി അല്ലെങ്കിൽ കപ്പ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്, ഈ സാധനത്തിന്.
ഈ ഉഷ്ണമേഖലാ സ്ഥലങ്ങളിലൊക്കെയാണ്, ഏറ്റവും ചൂടൊക്കെയുള്ള സ്ഥലങ്ങളിലാണ് കപ്പ കണ്ടമാനം നല്ലതായിട്ട് വളരുന്നത്. ഈ ആഫ്രിക്കയിലൊക്കെ കണ്ടമാനം കപ്പയുണ്ട് കേട്ടോ, നല്ലതായിട്ട് കപ്പ വരുന്നുണ്ട്. അവിടെ പ്രധാന ഭക്ഷണമൊക്കെയാണ് കപ്പ. കുറച്ച് കരിയാപ്പിലയും കൂടി ഇടാം. ഞാൻ കുറച്ച് ഉള്ളിയും കൂടി ഇട്ടിട്ടുണ്ട്, ചെറിയ ഉള്ളി. ഇനിയിപ്പോൾ നമുക്കൊന്ന് നല്ലതായിട്ടൊന്ന് ചേർക്കാം. ഓ, അതിൻ്റെ ആ മണം ഉണ്ടല്ലോ, അയ്യോ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അത് കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ആ മണവും. ഓ, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഒരു വലിയൊരു മെമ്മറിയാണ് കപ്പ. യെസ്, എത്ര പെട്ടെന്നാണ് കൂട്ടുകാരെ എനിക്ക് ഈ കപ്പ. ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം വിട്ടു, നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇനി ഞാൻ ഈ കപ്പ റെഡിയായി. ഇനി നമുക്ക് ഈ കപ്പയുടെ കൂടെ ഞാനൊരു സ്പെഷ്യൽ ഒരു ചട്നി ഉണ്ടാക്കാം. വളരെ സിമ്പിളാണ് കേട്ടോ, വളരെ സിമ്പിളായിട്ടുള്ളതാണ്. പക്ഷേ അതിൻ്റെ ടേസ്റ്റ്, നമ്മൾ മുളക് പൊട്ടിക്കും എന്ന് പറയുന്നത്, എനിക്ക് ചെറിയ ഉള്ളി എടുക്കുന്നു, ഒരു 2-3 പച്ചമുളക് എടുക്കുന്നു, കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, ഇഞ്ചി, നമ്മുടെ കരിയാപ്പിലയും, ഇത് നമുക്കൊന്ന് ചതയ്ക്കാം. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് ഒന്ന് ചതച്ചെടുക്കാം. ആദ്യം നമ്മൾ ഉള്ളി നല്ലതായിട്ട് ചതയ്ക്കുന്നു. ഉള്ളിയും ഇഞ്ചിയും ചതച്ചെടുക്കുമ്പോൾ അതൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. നേരെ മറിച്ച് നമ്മൾ മിക്സിയിലോ എന്തെങ്കിലുമൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. ആ പച്ചമുളകും കൂടി ഇട്ടു, ഇഞ്ചി ഇട്ടു, ഇനി കുറച്ച് കരിയാപ്പിലയും കൂടി ഇടുന്നു. ഓ കൂട്ടുകാരെ, സുഹൃത്തുക്കളെ, അതിൻ്റെ ടേസ്റ്റിനെ കുറിച്ചൊന്നും പറയാതെ ആയിട്ടുണ്ട് കേട്ടോ, നല്ലതായിട്ട്. ഇനി ഞാൻ കട്ട തൈരിനകത്തോട്ടാണ് ഈ സാധനം ഇട്ടിരിക്കുന്നത് കേട്ടോ. നിങ്ങൾ നോക്കൂ, കട്ട തൈരിനകത്തോട്ട് ഈ സാധനം ഇടുകയാണ്. പച്ചമുളകും ഉള്ളിയും ഇഞ്ചി കരിയാപ്പിലയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് അങ്ങോട്ട് ഇളക്കുന്നു. അയ്യോ, അതിൻ്റെ ടേസ്റ്റിനെ കുറിച്ചിട്ടൊന്നും പറയേണ്ട കാര്യമില്ല. ഇത് കാണുമ്പോൾ തന്നെ വായിൽ വെള്ളവും. ഇതൊരു മെമ്മറിയാണ്, ഇതൊരു ഹിസ്റ്ററിയാണ്. പ്രവാസികളായിട്ടുള്ള എല്ലാ എൻ്റെ സുഹൃത്തുക്കൾക്കും ഇത് ഞാൻ ഡെഡിക്കേഷൻ ചെയ്യാണ്. നോക്കിക്കേ, ഇതിനകത്ത് ഞാൻ അച്ചാറുകൾ എടുത്തിരിക്കുന്നത്, ലൗലോലിക്ക അച്ചാർ എടുത്തിട്ടുണ്ട്, മാങ്ങ അച്ചാർ എടുത്തിട്ടുണ്ട്, അമ്പഴങ്ങ അച്ചാർ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമ്മുടെ സ്പെഷ്യൽ മോര് കട്ട തൈരിൻ്റെയോട് കൂടിയിട്ടുള്ള ഇത്. അയ്യോ, ഇതൊഴിച്ച് നമുക്കൊന്ന് പിടിച്ചു നോക്കിയാൽ എന്ത് ടേസ്റ്റ് ആയിരിക്കും. ഉറപ്പായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക് യു.